വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായം 5-ാം വാക്യം. മരിച്ചവരിൽ ശേഷമുള്ളവർ 1000 ആണ്ട് കഴിയോളം ജീവിച്ചില്ല. ഈ വാക്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ പുനരുത്ഥാനം എന്ന വിഷയത്തെക്കുറിച്ച് അല്പകാര്യം നമുക്ക് പര്യാലോചിക്കാം. മരിച്ചവരിൽ ശേഷമുള്ളവർ എന്ന് പറയുമ്പോൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? 20-ാം അധ്യായത്തിൽ കർത്താവിൻ്റെ ന്യായവിധി ദിവസത്തിൻ്റെ ആരംഭത്തെക്കുറിച്ചാണ് പറയുന്നത്. ന്യായവിധി ദിവസം ആരംഭിക്കുന്നത് വലിയൊരു ദൗത്യത്തോടു കൂടിയാണ്. ഇതിൻ്റെ 1-ാം വാക്യം, അനന്തരം ഒരു ദൂതൻ അഗാധത്തിൻ്റെ താക്കോലും ഒരു വലിയ ചങ്ങലയും കയ്യിൽ പിടിച്ചുകൊണ്ട് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങുന്നതാണ്. അവൻ പിശാചും സാത്താനും എന്നുള്ള പഴയ പാമ്പായ മഹാസർപ്പത്തെ പിടിച്ച് 1000 ആണ്ടേക്ക് ചങ്ങലയിട്ടു. കർത്താവിൻ്റെ ഭരണം ആരംഭിക്കുന്നതിന് മുന്നോടിയായി തന്നെ പിശാചിനെ ബന്ധിക്കുക എന്നുള്ളതാണ് ലക്ഷ്യം. ഇവിടെ പിശാചും സാത്താനും എന്നുള്ള പഴയ പാമ്പ് എന്ന് പറയും. ഇങ്ങനെ പഴയ പാമ്പ് എന്ന് പറയാനൊരു പ്രത്യേക കാരണം വെളിപ്പാട് പുസ്തകത്തിൽ മറ്റൊരു മഹാസർപ്പത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നു. അതുകൊണ്ടാണ് പഴയ പാമ്പ് എന്ന് പറയുന്നത്. പഴയ പാമ്പ് എന്ന് പറയുമ്പോൾ ഏദൻ തോട്ടത്തിൽ ആദാമിനെ വശീകരിക്കുകയും തെറ്റിനെ പ്രേരിപ്പിക്കുകയും ചെയ്ത പിശാചിനെ കുറിച്ച്. അപ്പോൾ ഇവിടെ വെളിപ്പാട് പുസ്തകത്തിൽ മറ്റ് പറയുന്ന മഹാസർപ്പം അത് റോമൻ സാമ്രാജ്യമാണ്. അതുകൊണ്ട് ഈ വ്യത്യാസം കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ എഴുതിയിരിക്കുന്നത്. അപ്പം ഇവിടെ സഹസ്രാബ്ദത്തിൽ നടക്കുന്ന വലിയ വേല എന്നുള്ളത് എല്ലാവരെയും മരണനിദ്രയിൽ നിന്ന് മടക്കി വരുത്തുക എന്നുള്ളതാണ്. എൻ്റെ 4 മുതലുള്ള വാക്യങ്ങൾ നമുക്കൊന്ന് വായിക്കാം. വായിക്കോ? ഞാൻ ന്യായാസനങ്ങളെ കണ്ടു, അവയിൽ ഇരിക്കുന്നവർക്ക് ന്യായവിധിയുടെ അധികാരം കൊടുത്തു. യേശുവിന്റെ സാക്ഷ്യവും ദൈവവചനവും നിമിത്തം തല ഛേദിക്കപ്പെട്ടവരും മൃഗത്തെയോ അതിന്റെ പ്രതിമയെയോ നമസ്കരിക്കാതിരുന്നവരും നെറ്റിയിലും കൈമയിലും അതിന്റെ മുദ്ര കൈക്കൊള്ളാതിരുന്നവരുമായുള്ളവരുടെ ആത്മാക്കളെയും ഞാൻ കണ്ടു. അവർ ജീവിച്ച് 1000 ആണ്ട് ക്രിസ്തുവിനോട് കൂടി വാണു. ഇവിടെ ന്യായവിധി ആരംഭിക്കാനുള്ള സമയമാണ്. ന്യായാസനങ്ങളെ കണ്ടു, അവയിലിരിക്കുന്നവർക്ക് ന്യായവിധിയുടെ അധികാരം കൊടുത്തു. ക്രിസ്തുവും സഭയും, ക്രിസ്തുവിൻ്റെ സഭയാണ് ഇവിടെ ഈ ന്യായാസനങ്ങളിൽ ഇരിക്കുന്ന ന്യായാധിപന്മാർ. അവർ അനുഭവിച്ച കഷ്ടവും ത്യാഗവും ആണ് താഴെ വിശദീകരിച്ചിരിക്കുന്നത്. അതിൽ പ്രധാനപ്പെട്ടത് മൃഗത്തെയോ അതിൻ്റെ പ്രതിമയോ നമസ്കരിക്കാതിരുന്നവർ, നെറ്റിയിലും കൈമേലും മുദ്ര ഏൽക്കാതിരുന്നവർ. മൃഗവും അതിൻ്റെ പ്രതിമയും 1-ാം നൂറ്റാണ്ടിൽ കർത്താവിൻ്റെ സഭയെ പീഡിപ്പിച്ച റോമൻ സാമ്രാജ്യവും അതിനെ തുടർന്ന് വന്ന പാപ്പ ആധിപത്യവും, അതാണ് ഈ പ്രതിമയും ഈ പാപ്പ ആധിപത്യത്തിൻ്റെ മുദ്ര കൈക്കൊള്ളുക ഇരുന്നവർ. പാപ്പാധിപത്യത്തിൻ്റെ കീഴിൽ മനുഷ്യനെ അസത്യങ്ങളും അധർമ്മങ്ങളും പഠിപ്പിച്ച് യഥാർത്ഥ സത്യത്തിൽ നിന്നും ക്രിസ്തുവിൻ്റെ ഉപദേശത്തിൽ നിന്നും മനുഷ്യരെ തെറ്റിച്ച് കളഞ്ഞ പെരുവെള്ളത്തിന്മീതെ ഇരിക്കുന്ന മഹാവേശ്യ, ആ മഹാവേശ്യയുടെ മുദ്ര ഏൽക്കാതിരുന്നവരുടെയും
ആത്മാക്കളെ കണ്ടു. ആത്മാക്കളെ കണ്ടെന്ന് പറഞ്ഞാൽ അവർ ജീവിച്ചു 1000 ആണ്ട് ക്രിസ്തുവിനോടുകൂടി കാണുകയെന്ന്. അപ്പം ഈ ആത്മാക്കൾ എന്ന് പറയുമ്പോൾ ആളുകളുടെ ഒരു വിചാരം മരണശേഷം കണ്ട് പറന്നു പോകുന്ന ഒരു ആത്മാവാണ് എന്നുള്ളതാണ്. ആത്മാവെന്ന് പറഞ്ഞാൽ, ആത്മാക്കൾ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പോലും ധരിക്കാനുള്ള ബുദ്ധിയില്ലാത്തതുകൊണ്ടാണ്. ദേഹവും ജീവനും ചേർന്നാണ് ഒരാത്മാവുണ്ടാകുന്നത്. ഇവിടെ സഭയെ സംബന്ധിച്ച് ആത്മശരീരവും ജീവനും ക്രിസ്തുവിൻ്റെ വാഴ്ചയുടെ കാലത്ത് പുനരുത്ഥാനത്തിൽ അവർ ആത്മജീവികളായി തീരുന്നതിനെ കുറിച്ചാണ്. അവർ ജീവിച്ച് 1000 ആണ്ട് ക്രിസ്തുവിനോടുകൂടി വാണു. ഇതൊരു പ്രത്യേക തെരഞ്ഞെടുക്കപ്പെട്ട വിഭാഗമാണ് ഇവിടെ പറയുന്നത്, രാജകീയ പുരോഹിത കുലം. ഇതിന് കൃത്യമായ എണ്ണമുണ്ട്. 144,000 പേരടങ്ങുന്ന ഒരു സംഘം. അവർ ക്രിസ്തുവിൻ്റെ ശരീരമാം സഭയെന്ന്. പല ക്രൈസ്തവ പണ്ഡിതന്മാരും ഈ എണ്ണം ഇതുവരെയും സമ്മതിച്ചിട്ടില്ല. കാരണം ഈ തെരഞ്ഞെടുപ്പിൻ പ്രകാരം വരുന്നവർ അവരെക്കുറിച്ചുള്ള തിരുവെഴുത്തുകളുടെ നിർണയം കൃത്യമായിട്ട് പഠിക്കാത്തതുകൊണ്ടാണ് ഈ എണ്ണത്തെക്കുറിച്ച് സമ്മതിക്കാത്തത്. അതായത് ദാനിയേൽ പ്രവചനത്തിൽ പറയുമ്പോൾ 1335 ദിവസത്തോളം കാത്തു ജീവിക്കുന്നവർ ഭാഗ്യവാന്മാരല്ല. പാതാമ്യ സന്തതി പരമ്പരയിൽ നിന്നും യേശുക്രിസ്തുവിൻ്റെ സഹസ്രാബ്ദം ആരംഭിക്കുന്നതുവരെയുള്ള കാലയളവിൽ ക്രിസ്തുവിൻ്റെ ശരീരം ആയി സഭയായിത്തീരുവാൻ വിളിക്കപ്പെടുന്നവരെ കുറിച്ചാണ് ഭാഗ്യവാന്മാരെന്ന് പറഞ്ഞിരിക്കുന്നത്. ഇത് പൊതുലോകത്തിനും മുഴുവൻ മനുഷ്യർക്കും നൽകപ്പെടുന്ന അനുഗ്രഹമല്ല. ഈ ഭാഗ്യവാന്മാർക്ക് ലഭിക്കപ്പെടുന്ന പ്രതിഫലം അത് സ്വർഗത്തിലാണ്. അവര് ആത്മജീവി എന്നതിൽ ഉപരി അമർത്യജീവികളായി തീരുന്നു എന്നുള്ളതാണ്. അമർത്യജീവികൾക്ക് ഒരു കാലത്തും പിന്നെ മരണം സംഭവിക്കുവാൻ സാധ്യമല്ല. ദൂതന്മാർക്കും മർത്യജീവികൾക്കും മനുഷ്യർക്കും മരണം സംഭവിക്കാവുന്ന അവസ്ഥയിൽ തന്നെയാണ് വീണ്ടും തുടരുന്നത്. അതുകൊണ്ടാണ് ഇവരെ ഒന്നാം പുനരുത്ഥാനത്തിൽ പങ്കുള്ളവർ എന്ന് പറഞ്ഞിരിക്കുന്നത്. ഒന്നാം പുനരുത്ഥാനത്തിൽ പങ്കുള്ളവർ ഭാഗ്യവാനും വിശുദ്ധനുമാകുന്നു. അവരുടെ മേൽ രണ്ടാം മരണത്തിന് അധികാരമില്ല. അവർ ദൈവത്തിനും ക്രിസ്തുവിനും പുരോഹിതന്മാരായി ക്രിസ്തുവിനോടുകൂടെ 1000 ആണ്ട് വാഴും എന്നാണ്. അപ്പൊ ഇവിടെ മരിച്ചവരിൽ ശേഷമുള്ളവർ എന്ന് പറഞ്ഞിരിക്കുന്നത് സഭ കഴിഞ്ഞിട്ട് വരുന്ന മുഴുവൻ പൊതുലോകത്തെ കുറിച്ചാണ്. സഭയെ ഒഴികെയുള്ള മുഴുവൻ പൊതുലോകവും ദുഷ്ടന്മാരും നീതിമാന്മാരുടെയും നീതികെട്ടവരുടെയും പുനരുത്ഥാനമുണ്ടാകും എന്ന് പറഞ്ഞിരിക്കുന്ന സന്ദർഭം ഇതാണ്. അപ്പൊ ഈ 1000 ആണ്ടുള്ള ക്രിസ്തുവിൻ്റെ സുവിശേഷത്തെക്കുറിച്ചുള്ള പഠനവും അത് കേൾക്കുകയും അനുസരിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്നവർക്ക് നിത്യജീവനുള്ള അവകാശമാണ് ലഭിക്കുന്നത്. അവർക്ക് സ്വർഗത്തിലേക്ക് പോകാനുള്ള അനുമതിയോ അങ്ങനെയുള്ള ശരീരപ്രകൃതിയോ അല്ല ലഭിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ അവർ ദൈവത്തിൻ്റെ പർദീസയിലുള്ള ജീവവൃക്ഷത്തിൻ്റെ ഫലം അവർക്ക് തിന്മാൻ കൊടുക്കുമെന്നാണ്. അപ്പം അതിൻ്റെ അർത്ഥം എന്താ? ആദാമിൻ്റെ അനുസരണക്കേട് മൂലം ഏദൻ പർദീസ നഷ്ടപ്പെട്ടു. ഇവിടെ ക്രിസ്തുവിൻ്റെ ബലിമരണത്തിൽ വിശ്വാസം വഴി വരുന്നവർക്ക് ഈ പർദീസയും അതിൽ ജീവിക്കുവാനുള്ള അവകാശവും ലഭിക്കുമെന്നാണ്. അവിടെ ലഭിക്കുന്നത് നിത്യജീവനാണ്. ആദാമിന് ഏദൻ പർദീസയിൽ നൽകപ്പെട്ട ജീവൻ നിത്യജീവനായിരുന്നില്ല, അത് വെറും ജീവൻ മാത്രമായിരുന്നു. നിത്യജീവൻ ലഭിക്കേണ്ടതിന്
ദൈവം വച്ചിരിക്കുന്ന ഏക പ്രമാണം യേശുക്രിസ്തുവിനെ ദൈവപുത്രനെന്ന് വിശ്വസിക്കുന്നവന് നിത്യജീവൻ ഉണ്ടെന്നുള്ളതാണ്. അവൻ്റെ മേൽ ഇനി മരണത്തിന് അവകാശമില്ല. അപ്പൊ ഈ 1000 ആണ്ടത്തെ സുവിശേഷ വിളംബരത്തിന്റെ ഫലമായി അനുസരണത്തിലേക്കും വിശ്വാസത്തിലേക്കും വിശുദ്ധിയിലേക്കും വരുന്നവർ ക്രിസ്തുവിനോടുകൂടെ അവൻ്റെ നിത്യജീവന്റെ അവകാശികളായി തീരും എന്നാണ്. യേശുക്രിസ്തുവിനെ നിത്യപിതാവെന്ന് വേദപുസ്തകം പറയുന്നുണ്ട്. ഈ ഒരു വാക്യം കേട്ടിട്ട് നിത്യപിതാവ് യഹോവയാണ്, യഹോവ തന്നെയാണ് യേശുക്രിസ്തു എന്ന് പറയുന്നവരുണ്ട്. യേശുക്രിസ്തു നിത്യപിതാവായി തീരുന്നത് അവൻ നിത്യജീവന്റെ പിതാവായി തീർന്നുകൊണ്ടാണ്. ആദാം മനുഷ്യരാശിയുടെ പിതാവായി തീർന്നത് ജീവന്റെ പിതാവ് മാത്രമായിരുന്നു, നിത്യജീവന്റെ പിതാവല്ല. ആദാമിൽ കൂടി കിട്ടിയ ജീവൻ നഷ്ടപ്പെട്ടു എന്നുള്ളതാണ്. രണ്ടാം ആദാമായ ക്രിസ്തു നിത്യജീവന്റെ പിതാവായി തീർന്നു എന്നാണ്. അത് യഹോവയെ കുറിച്ച് പറയുന്ന വാക്യമല്ല. അപ്പോ പൂർണ്ണമായ അർത്ഥത്തിൽ, സഹസ്രാർത്ഥത്തിൽ പുത്രനെ വിശ്വസിക്കുന്നവന് ജീവനുണ്ട്, പുത്രനെ വിശ്വസിക്കാത്തവൻ ജീവൻ ഇല്ല എന്ന് പറയും. അപ്പൊ ഈ 2 പുനരുത്ഥാനങ്ങളെ കുറിച്ചും അതിൻ്റെ ഉദ്ദേശത്തെക്കുറിച്ചും, ഈ 2 പുനരുത്ഥാനത്തിൽ ലഭിക്കുന്ന പദവി, ഓരോ വിഭാഗത്തിൽ ലഭിക്കുന്ന പദവി, അവരുടെ ജീവിതം എവിടെ എങ്ങനെ ആയിരിക്കുന്നു എന്നുള്ള ഈ വിഷയങ്ങളെക്കുറിച്ച് ഇത്രയൊരു സൂചന പറഞ്ഞുകൊണ്ട് ഈ വിഷയം അവസാനിപ്പിക്കും.